യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്ന 3 ഉപമകളുണ്ട്. അതിലെ ആദ്യ വാക്യം ഇപ്രകാരമാണ്: ചുങ്കക്കാരും പാപികളുമെല്ലാം ഈശോയെ കേൾക്കാനായിട്ട് അവൻ്റെ അടുത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. ഈശോയ്ക്ക് പ്രത്യേകമായൊരു സ്നേഹം പാപികളോടുണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 3 ഉപമകളും പാപികളെ സ്നേഹിക്കുന്ന ഈശോയുടെ ഹൃദയം കാണിക്കുന്ന ഉപമകളാണ്. അതിൽ നമുക്കറിയാം, ആദ്യ ഉപമ പറഞ്ഞതിന് ശേഷം ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ അപ്പുറത്തുണ്ടാകാം. അതിനേക്കാൾ ഈശോയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അനുതപിക്കുന്ന ഒരു പാപി. വിശുദ്ധ ഫൗസ്തീൻ എപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഈ ലോകത്തിലെ ഏറ്റവും വലിയ കഠിന പാപിക്കാണ് എൻ്റെ കരുണ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടുള്ളതെന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അപ്പോൾ എത്രമാത്രം കഠിന പാപികളാണോ നമ്മൾ, അത്രമാത്രം കരുണ ദൈവം നമ്മിലേക്ക് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ പാപാവസ്ഥയിലാണോ, നിരാശപ്പെടേണ്ട, തിരിച്ചു വരിക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഉപമയാണ് ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. ചുങ്കക്കാരൻ ഇപ്രകാരം പ്രാർത്ഥിക്കും: ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. അവൻ്റെ പ്രാർത്ഥനയാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായത്. ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഒരു സുഹൃത ജപം പോലെ: ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ പാപികളാണെന്നുള്ളൊരു വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞ് എളിമയോടെ ദൈവസന്നിധിയിൽ കർത്താവിനോട് പറയുക: ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഒരു പക്ഷേ പാപ സാഹചര്യങ്ങളിലായിരിക്കാം, പാപാവസ്ഥകളിലായിരിക്കാം. സാരമില്ല, ഇന്ന് മടങ്ങി വരിക. ഈശോയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. ഈശോ നിന്നെ 2 കൈകൾ നീട്ടി സ്വീകരിക്കും. സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ ഒരു നല്ലൊരു കുമ്പസാര നടത്തി പൂർണ്ണമായിട്ട് ഈശോയിലേക്ക് തിരിച്ചു വരിക. ഈശോ പാപികളെ സ്നേഹിക്കുന്ന ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. പാപികളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ദൈവമേ, പാപികളായ ഞങ്ങളിൽ കരുണയായിരിക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.